ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ പുണ്യഭൂമിയിൽ വന്ന് ഒരു സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ മകളെ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് വിൻസി ഫ്രാൻസിസ്. ഞാൻ എറണാകുളം ജില്ലയിൽ പുത്തൻവേലിക്കരയിൽ സെൻറ്റ് പോൾസ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ 2018 സെപ്റ്റംബർ 28 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ മകൾ, എൻ്റെ മൂത്ത മകളാണ്. മകൾക്ക് വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതും നിയോഗങ്ങൾ വെച്ചതും. എൻ്റെ മകളൊരു നേഴ്സാണ്. നേഴ്സിംഗ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് എടുത്തപ്പോൾ പല വിദേശ ഇൻ്റർവ്യൂകളിലും പങ്കെടുത്ത് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ആ സങ്കടവുമായിട്ടാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതും നിയോഗം വെച്ചതും. ഉടമ്പടി എടുത്ത് സെപ്റ്റംബറിലായിരുന്നപ്പോൾ ഒക്ടോബറിൽ ഇടവകയിൽ നടന്ന പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജപമാലയിലും റാലിയിലും പങ്കെടുക്കാൻ മോളെ ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് നാട്ടിലേക്ക് വിളിച്ചു വരുത്തി. ആ സമയത്താണ് മോളുടെ സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് അയച്ചിട്ട് അത് ഞങ്ങൾക്ക് കിട്ടാതെ പോയ വിവരം ഞങ്ങൾ അറിഞ്ഞത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പ്രളയത്തിൻ്റെ ഓഗസ്റ്റ് 16 ഞങ്ങളുടെ അടുത്തുള്ള DTDC സെൻറ്ററിൽ അതെത്തിയതെന്ന് അറിയാൻ സാധിച്ചു. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ ദിവസങ്ങളിൽ വന്ന പലതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ ഈ കടയിൽ വെള്ളം കയറിയത് മൂലം അന്നത്തെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി നിങ്ങളത് അന്വേഷിക്കേണ്ട, നിങ്ങളിനി അടുത്ത മാർഗം തിരഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ അന്ന് ആ ജപമാല റാലിയിൽ പങ്കെടുത്ത് സങ്കടപ്പെട്ട് മുട്ടിപ്പായി ഞാനും എൻ്റെ മകളും കൂടി ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം മോള് തിരിച്ചു പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് ആ DTDC ഓഫീസിൽ നിന്ന് വിളിച്ചുകൊണ്ട് മോളുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി ഞങ്ങളെ അറിയിച്ചു. അത് വളരെ അത്ഭുതം തന്നെയായിരുന്നു. ഉടമ്പടി നിയോഗത്തിൽ വെച്ചതായിരുന്നില്ല എങ്കിലും ആ ഒരു അത്ഭുതമാണ്, മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആദ്യം അറിയിച്ചു തന്ന അത്ഭുതം. അത് കിട്ടിയത് പ്രളയത്തിൽ വളരെയധികം സാധനങ്ങൾ കെട്ടി ചാക്കുകെട്ടിലാക്കി ഇട്ടിരുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയെന്നാണ് പിന്നീട് അവരത് പറഞ്ഞത്. ആ സർട്ടിഫിക്കറ്റും മോള് പോയപ്പോൾ ഞാൻ കാശ് രൂപവും ഉപ്പും എല്ലാം കൊടുത്തയച്ചിരുന്നു. ഇനിയുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ മോള് ഇത് ഉപയോഗിച്ചിട്ട് വേണം പോകുവാനും അവിടെ കാശ് രൂപവും കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് അവളെ അയച്ചത്. അങ്ങനെ ഉടമ്പടിയിൽ തുടർന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ എന്നെ തന്നെ മാറ്റി ദൈവത്തിരുസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അന്ന് ഉടമ്പടി ധ്യാനങ്ങളൊക്കെ അച്ഛൻ ഇവിടെ വന്നാണ് നമ്മൾ കൂടിയിരുന്നത്. ഓരോ മാസവും അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ അതിയായ താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടെ വരികയും വചനങ്ങളെല്ലാം എഴുതിക്കൊണ്ടുപോയി അതെല്ലാം ബുക്കിൽ എഴുതി വെച്ച് ആ വചനങ്ങൾ പറഞ്ഞ് പിറ്റേ മാസം വരെ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ആ ജനുവരി മാസത്തിൽ തന്നെ മോൾക്ക് ഒരു സൗദി MOU ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കുകയും അതിൽ സെലക്ഷൻ കിട്ടി. അവൾക്ക് 1 വർഷത്തിനുള്ളിൽ, ഞാൻ ഉടമ്പടി എടുത്ത പിറ്റേ വർഷം സെപ്റ്റംബർ 28 എൻ്റെ മോൾക്ക് വിദേശ സാലറി ലഭിക്കുകയുണ്ടായി. പിന്നീട് എൻ്റെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോളുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയായിരുന്നു. വിവാഹത്തിനായും ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. തുടർന്ന് കോവിഡ് സമയങ്ങളിലൊക്കെ കൃപാസനത്തിലേക്ക് വരാൻ സാധിക്കുകയോ ഉടമ്പടി പുതുക്കാൻ പറ്റുകയോ എനിക്ക് സാധിച്ചിരുന്നില്ല എങ്കിലും ഞാൻ വീട്ടിലിരുന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മറിയത്തിൻ്റെ സ്തോത്രഗീതവും സ്ഥിരമായി ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ മോളുടെ വിവാഹകാര്യത്തിന് വേണ്ടി മാട്രിമോണിയിലിട്ടു. USA-യിൽ നിന്ന് ഒരു നല്ല കുടുംബവുമായി, ഒരുപാട് കല്യാണ കാര്യങ്ങളെല്ലാം വന്നെങ്കിലും USA-യിൽ നിന്നൊരു നല്ല കുടുംബവുമായി മോളുടെ വിവാഹം ആദ്യ ലീവിൽ തന്നെ വന്ന് ഭംഗിയായി നടത്തുവാനും സാധിച്ചു. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ഫ്യൂഷ. അമ്മ പറഞ്ഞതുപോലെ എൻ്റെ വിവാഹം 2021 നടന്നത്. വിവാഹശേഷം ഞാൻ സൗദിയിൽ തന്നെ 1 വർഷത്തോളം ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാൻ സൗദിയിലേക്ക് തിരിച്ചുപോയി, എൻ്റെ ഹസ്ബൻഡ് US-ലേക്കും തിരിച്ചുപോയി. കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു 8-9 മാസത്തോളമാണ് US പ്രോസസ്സ് ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞ് US-ലേക്ക് പോകാൻ പറ്റും, വിസയുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നായിരുന്നു ഉറപ്പ് പറഞ്ഞിരുന്നത്. ഞാൻ സൗദിയിലാണ് പിന്നെ 1 വർഷത്തോളം വർക്ക് ചെയ്തത്. ഇത്രയും ഗ്യാപ്പ് ഉള്ളതിനാൽ ഞങ്ങൾ US-ൻ്റെ എല്ലാ പേപ്പർ പ്രോസസ്സുകളും ഞങ്ങൾ സൗദി US കൗൺസിലേറ്റിലാണ് ആരംഭിച്ചത്. ഇന്ത്യയിൽ ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിലേ വരണ്ടല്ലോ എന്നോർത്താണ് ഞങ്ങൾ സൗദിയിൽ ആരംഭിച്ചത്. 1 വർഷത്തോളമായി ഞങ്ങൾ എല്ലാ US-ൻ്റെ എല്ലാ പേപ്പറുകളും, അവർക്ക് ആവശ്യമുള്ള പേപ്പറുകളും എല്ലാവരും ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. 1 വർഷത്തിന് ശേഷവും
ഒരു മെയിലും വരാണ്ടായി. 1.5 വർഷത്തോളമായി. 1.5 വർഷം ആവാറായപ്പോൾക്കും എനിക്ക് അവിടെ നിന്ന് എൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ച് റെസിഗ്നേഷൻ ചെയ്യേണ്ട സമയമായിരുന്നു. ഞാൻ റെസിഗ്നേഷന് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് വരുമെന്നുള്ള ഒരു മെയിൽ US കൗൺസിലേറ്റിൽ നിന്ന് വന്നു, സൗദിയിൽ വെച്ച്. ഞാൻ റെസിഗ്നേഷൻ കൊടുത്ത് ഞാൻ ശക്തമായ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു US-ലെ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നതിനായി, സൗദിയിൽ വെച്ച് തന്നെ. പക്ഷേ എൻ്റെ റെസിഗ്നേഷൻ ഡേറ്റ് കഴിഞ്ഞ് ഞാനൊരു 45-50 ദിവസത്തോളം ഞാൻ സൗദിയിൽ ഹോസ്റ്റലിൽ വെറുതെ ഇരുന്നു. എങ്കിലും ഈ ഇൻ്റർവ്യൂ ഡേറ്റ് കാത്ത് ഞാൻ ഇരുന്നെങ്കിലും എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് സൗദിയിൽ കിട്ടിയില്ല. എനിക്ക് പിന്നെ തുടരാനും സാധിച്ചില്ല സൗദിയിൽ, കാരണം റെസിഗ്നേഷൻ കഴിഞ്ഞു പോയിരുന്നു, ഡേറ്റ്സ് കഴിഞ്ഞു പോയിരുന്നു. ഞാനപ്പോൾ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വളരെ വിഷമത്തിലായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയില്ല, ഇനി പേപ്പറുകളെല്ലാം മാറ്റി കൊടുക്കണം. വളരെ വിഷമത്തിൽ ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ സൗദി US കൗൺസിലേറ്റിൽ നിന്ന് ഇത് മുംബൈ US കൗൺസിലേറ്റിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം എൻ്റെ പേപ്പറുകളെല്ലാനും. അങ്ങനെ മാറ്റി കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഞങ്ങൾ എംബസിക്ക് അയച്ചു. ഞാൻ ജൂലൈയിൽ നാട്ടിൽ വന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയിട്ടും ഒരു ഡീറ്റെയിൽസും ഇല്ല. നമുക്കൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. US കൗൺസിലേറ്റ് എന്ത് മെയിൽ എടുക്കുന്നോ അത് മാത്രമേ നമുക്ക് ഒരു പ്രൂഫായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. സെപ്റ്റംബർ ആയിട്ടും ഒന്നും വരുന്നില്ല. ഒരു പേപ്പർ മാറി വന്നെന്നോ ഇൻ്റർവ്യൂ ഡേറ്റ്സോ ഒന്നും വരാതായപ്പോൾ അമ്മ അപ്പോഴും ശക്തമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വിഷമവും കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ മോളും എൻ്റെ കൂടെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഒരു ഉടമ്പടി എടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞാൻ 2022 സെപ്റ്റംബർ 29-നാണ് ഞാൻ ഈ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. ഞാനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. സെപ്റ്റംബർ 29-ന് ഞാൻ ഉടമ്പടി എടുത്തു. ഒക്ടോബർ 2-ാം ആഴ്ച ആയപ്പോൾക്കും എനിക്കൊരു ഇമെയിൽ വന്നു. എൻ്റെ സൗദി എംബസിയിൽ നിന്ന് US കൗൺസിലേറ്റിൽ നിന്ന് ബോംബെ കൗൺസിലേറ്റിലേക്ക് എൻ്റെ പേപ്പറുകളെല്ലാം മാറി വന്നെന്നുള്ള US കൗൺസിലേറ്റിൻ്റെ ഇമെയിൽ എനിക്ക് ലഭിച്ചു. അതായിരുന്നു എൻ്റെ ഉടമ്പടിയിലെ ആദ്യ നിയോഗവും. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ ഒരു അത്ഭുതവും. അപ്പോൾ എനിക്ക് അമ്മ മാതാവിനോടുള്ള വിശ്വാസം കൂടുകയും ഞങ്ങൾ ശക്തവും തീക്ഷ്ണവുമായി പ്രാർത്ഥിക്കാനും ആരംഭിച്ചു. US കൗൺസിലിൻ്റെ പേപ്പർ മാറി വന്നെങ്കിലും കേൾക്കുന്നവരെല്ലാവരും പറഞ്ഞു, പേപ്പർ മാറി വന്നെങ്കിലും നമുക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടാൻ ഇനിയും ഒത്തിരി താമസിക്കും. കാരണം എൻ്റെ പേപ്പർ ഓൾറെഡി സൗദിയിൽ ഹാഫ് പ്രോസസ്സിലായിരുന്നു. 1 വർഷത്തോളം പ്രോസസ്സ് ചെയ്തു. പിന്നെ അത് ബോംബെയിലേക്ക് വന്നു കഴിയുമ്പോൾ നിൻ്റെ പേപ്പർ ഒത്തിരി താഴെ പോകും. ഇനി എല്ലാവരുടെയും നിനക്ക് മുമ്പുള്ള എല്ലാവരുടെയും കഴിഞ്ഞിട്ടേ നിനക്ക് ഇൻ്റർവ്യൂ കിട്ടൂ. 1 വർഷം 1.5 വർഷം പ്രതീക്ഷിച്ചേ വേണ്ടൂ എന്നെല്ലാവരും പറഞ്ഞു. വളരെ സങ്കടമായിരുന്നു. ഞാനും അമ്മയും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ 2ാമത്തെ നിയോഗമായിരുന്നു ഈ വിസ കിട്ടുന്ന, എനിക്ക് വിസയിലെ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നതായിരുന്നു എൻ്റെ 2ാമത്തെ നിയോഗമായി ഞാൻ വെച്ചിരുന്നത്. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയും ഞാനുമായി പത്രങ്ങളെല്ലാം, കൃപാസനത്തിലെ അമ്മ മാതാവിൻ്റെ പത്രമെല്ലാം ഞങ്ങൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും പോയി അമ്മ മാതാവിനെ എല്ലാവരോടും പറഞ്ഞ് അറിയിച്ച് ഞങ്ങൾ പത്രം വിതരണം ചെയ്യുമായിരുന്നു. അനാഥാലയങ്ങളിലെല്ലാം പോയി ഞങ്ങൾ പൈസ കൊടുക്കുകയും അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസയെല്ലാം ഞങ്ങൾ കൊടുക്കുമായിരുന്നു. തുടർന്ന് പള്ളിയിൽ പോയി എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. തുടർന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഇൻ്റർവ്യൂ ഡേറ്റ് വരാൻ ഒത്തിരി ഡിലേ ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടിയിൽ വെച്ച എൻ്റെ അടുത്ത കാര്യം എൻ്റെ നേഴ്സിങ്ങിൻ്റെ US-ൽ വർക്ക് ചെയ്യാനുള്ള എനിക്ക് ലൈസൻസ് കിട്ടുന്നതിനാണ്. NCLEX RN പാസ്സാവുന്നതായിരുന്നു. എല്ലാവർക്കും അറിയാം NCLEX RN വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. ഞാനപ്പോൾ കഴിഞ്ഞുണ്ടായിരുന്ന എൻ്റെ US കൗൺസിലേറ്റ് ഇങ്ങനെ പേപ്പർ മാറി വന്നതിന് ശേഷം ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടി NCLEX RN എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഒത്തിരി പഠിച്ചു, തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഞാൻ ജനുവരി 4-ന് പൂനെയിൽ ഒരു എക്സാമിന് വേണ്ടി ഒരു ഡേറ്റ് എടുക്കുകയും സെൻറ്റർ സെലക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ 2022 ഡിസംബർ 30-ന് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കുകയും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കൃപാസനം ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരികയും ചെയ്തു. പക്ഷേ അന്ന് അച്ഛന് സുഖമില്ലായിരുന്നതിനാൽ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല. എന്നാലും ഞാൻ അമ്മ മാതാവിൻ്റെ വന്ന് ശക്തമായി ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് എക്സാമിന് പോയി. ഞാനും അമ്മയും എക്സാമിന് പോയപ്പോൾ അമ്മ മാതാവിൻ്റെ കാശ് രൂപവും എക്സാം സെൻറ്ററിന് പുറത്ത് ഞങ്ങൾ ഒപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളെല്ലാം ചെയ്ത് എക്സാം ഞാൻ എഴുതി. എക്സാം വളരെ ബുദ്ധിമുട്ടുള്ള എക്സാം ആയിരുന്നു. എന്നാലും ഞാൻ അമ്മ മാതാവിൻ്റെ കരുണയിൽ കുഴപ്പമില്ലാതെയാണ് ഞാൻ എക്സാം എഴുതുന്നത്. പാസ്സാകുമെന്നായിരുന്നു എനിക്ക്, തീർച്ചയായും എനിക്ക് പാസ്സാകുമെന്നുള്ള ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ പാസ്സായില്ല. എക്സാം ഞാൻ ഫെയിലായി. അങ്ങനെയുള്ളൊരവസരത്തിൽ ഞാൻ ഒത്തിരി തകർന്നു പോയി. ഒരു ഡിപ്രഷൻ അവസ്ഥയിലായി. എൻ്റെ മെറിറ്റ് എല്ലാം പോയി.
ഇനി ആകെ ദൈവത്തിലും അമ്മ മാതാവിലും മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. വളരെ വിഷമമായിരുന്നു. തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് വിസക്കൊരു ഡേറ്റ് കിട്ടുന്നില്ല, വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടുന്നില്ല. ഞാൻ എക്സാം എഴുതിയത് ഞാൻ ഫെയിലായി. ഇനി എക്സാം എഴുതണോ വേണ്ടായോ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. എനിക്കുണ്ടായിരുന്ന നല്ലൊരു ജോലി ഞാൻ സൗദിയിൽ നിന്ന് കളഞ്ഞ് നാട്ടിൽ വന്ന് വട്ടപൂജ്യമായി ഞാൻ നിൽക്കുമായിരുന്നു വീട്ടിൽ. തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കിയതിനെ പ്രമാണിച്ച് ഞാനും അമ്മയും വീണ്ടും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ പത്രം വിതരണം ചെയ്യുകയും അമ്മ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അനാഥാലയങ്ങളിലെല്ലാം ഫുഡ് കൊടുക്കുകയും ചെയ്തു. ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണുകയും അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലുള്ള ധ്യാനത്തിലെല്ലാം ഞങ്ങൾ തീക്ഷ്ണമായി വീട്ടിലിരുന്ന് പങ്കുചേരുകയും ചെയ്തു. ഒരു ദിവസം അമ്മയുടെ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിലൂടെ. അപ്പോൾ ആൻറ്റി ആണെങ്കിൽ എൻ്റെ കാര്യങ്ങളും വിസയുടെ കാര്യങ്ങളെല്ലാം അമ്മയോട് ചോദിച്ചു എന്തായി എന്നുള്ളതെല്ലാം. അമ്മ പറഞ്ഞു അവളോട് തന്നെ ചോദിക്കുക, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ആൻറ്റിയും ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. ഞാനപ്പോൾ ആൻറ്റിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു കയ്യിൽ അമ്മയുടെ ഫോണും ഒരു കയ്യിൽ എൻ്റെ സ്വന്തം ഫോണുമായിരുന്നു. അപ്പോഴാണെങ്കിൽ ആൻറ്റി എന്നോട് ഇങ്ങനെ അമ്മ മാധവൻ്റെ കാര്യമെല്ലാം പറഞ്ഞു തരികയായിരുന്നു. മോളിങ്ങനെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ ആൻറ്റിയോട് കരഞ്ഞ് പറഞ്ഞു, അമ്മ മാതാവ് എന്നെ മറന്നുപോയി, ഞാൻ പ്രാർത്ഥിച്ചതൊന്നും മാതാവ് കേട്ടില്ല, എന്നെയൊക്കെ അമ്മ മാതാവ് മറന്നുപോയിന്ന് ഞാൻ കരഞ്ഞ് പറഞ്ഞ ആ നിമിഷം തന്നെ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന മൊബൈൽ, എൻ്റെ അപ്പുറത്തെ കയ്യിലിരുന്ന മൊബൈലിലേക്ക് ഒരു ഇമെയിൽ വരെയാണ് US കൗൺസിലേറ്റിൻ്റെ. ഞാനപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് അമ്മ മാതാവ്. എനിക്ക് ആ നിമിഷം ഞാൻ പറഞ്ഞു എന്നെ മറന്നുപോയി അമ്മ മാതാവ് എന്ന് പറഞ്ഞ നിമിഷം തന്നെ എനിക്ക് US കൗൺസിലേറ്റിൽ മുംബൈയിൽ എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് തന്നു, March 10. അതായിരുന്നു എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. March 10 എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ്. ഇൻ്റർവ്യൂ ഡേറ്റിനിടയിൽ പല തടസ്സങ്ങളും പല പ്രശ്നങ്ങളും പല കാര്യങ്ങളെല്ലാം സംഭവിച്ചെങ്കിലും ഇൻ്റർവ്യൂ ഡേറ്റിന് പോയപ്പോഴെല്ലാം ഞങ്ങൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചും ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയപ്പോഴെല്ലാം ഞങ്ങൾ പത്രം കൊണ്ടുപോയി മുംബൈയിലെല്ലാം വിതരണം ചെയ്യുകയും അമ്മ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയതെല്ലാം. ഇൻ്റർവ്യൂവിൽ ഒരു തടസ്സമില്ലാതെ ഇൻ്റർവ്യൂ നടക്കുകയും എനിക്ക് US വിസ കിട്ടുകയും ചെയ്തു. ഏപ്രിലാണ് ഞാൻ US പോയത്. ഏപ്രിൽ ഞാൻ US പോയതിന് ശേഷം ഞാൻ അവിടെ പോയി NCLEX കോച്ചിങ്ങിന് ചേർന്നു. NCLEX കോച്ചിങ് നടത്തിയതിന് ശേഷം ഞാൻ NCLEX കോച്ചിങ്ങിന് പോയപ്പോൾ കോച്ചിങ് സെൻറ്ററിൽ NCLEX എക്സാം 2-3 തവണ എഴുതിയിട്ട് കിട്ടാതെ ഫെയിലായിട്ടുള്ള കുട്ടികളെ കണ്ടു. അവർക്കെല്ലാവർക്കും അമ്മ മാതാവിനെ പറ്റി അറിയാമെങ്കിലും കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പം ഞാനപ്പോൾ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ഇനിയുള്ള എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ അമ്മ മാതാവിൻ്റെ ചെറിയൊരു കാശുരൂപം കൊണ്ടുപോകണം, നിങ്ങൾ തീക്ഷ്ണമായ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് 2 പേർക്ക് ഞാൻ വീണ്ടും അവർ എക്സാം എഴുതാൻ പോയപ്പോൾ അമ്മ മാതാവിൻ്റെ ചെറിയൊരു കാശുരൂപം കൊടുത്തു വിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, അമ്മ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോയിട്ടുള്ള എക്സാമിന് അവർ 2 പേരും ആ തവണ അവർ എക്സാം എഴുതിയപ്പോൾ 2 പേരും NCLEX എക്സാം പാസ്സായി. ഞാൻ അതിനുശേഷം തുടർന്ന് പ്രാർത്ഥിക്കുകയും ഒക്ടോബറിൽ ഞാനൊരു എക്സാമിന് ഡേറ്റ് എടുക്കുകയും ചെയ്തു. എക്സാമിന് പോയപ്പോൾ ടെൻഷനൊന്നും അധികം, പ്രാർത്ഥനയിലായതിനാൽ ടെൻഷനൊന്നും അധികം ഇല്ലായിരുന്നു. അമ്മ മാതാവ് എന്നെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എക്സാമിന് പോയി. ഒക്ടോബറിൽ ഞാൻ പരീക്ഷ എഴുതി. അത്ഭുതമെന്ന് പറയട്ടെ, US വെച്ചെഴുതിയ NCLEX എക്സാമിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എക്സാം പാസ്സായി. US ഹൂസ്റ്റണിൽ വെച്ച് നടന്ന ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ ജോലിപരമായ കാര്യങ്ങൾ എനിക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും US വെച്ചുണ്ടായിരുന്ന അഖണ്ഡ ജപമാല റാലിയിലെല്ലാം ഞാൻ അവിടെ സംബന്ധിച്ചിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് US എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ NCLEX പാസ്സായി കഴിഞ്ഞ് ഞാനൊരു 2-3 മാസത്തോളം ഞാൻ ജോലിയില്ലാതെ എല്ലായിടത്തും അപ്ലൈ ചെയ്തു. നമുക്ക് US എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് ജോലി കിട്ടൽ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ. ഞാൻ 2-3 മാസത്തോളം വീട്ടിലിരുന്നു, പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് എനിക്ക് നല്ലൊരു ജോലിയും US തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം ചെയ്തെന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഈ ഒരു വർഷം ഞാൻ ജോലി ചെയ്തതിൻ്റെ ജോലിയിലുള്ള വിഹിതമെല്ലാം ഞാൻ മാറ്റിവെച്ച് ഞാനിപ്പോൾ നാട്ടിൽ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. സാക്ഷ്യത്തിന് വന്നപ്പോൾ ഞാൻ വിഹിതമെല്ലാം കൊണ്ടുവന്ന് നാട്ടിലുള്ള അർഹതയുള്ള എല്ലാ രോഗികൾക്കും എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കും രോഗത്താൽ ബാധിതരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ ധനസഹായം ചെയ്തു. പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കുകയും പത്രപ്രവർത്തനങ്ങളും പത്രവിതരണവും എല്ലാം ചെയ്തു. പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? ഇത് ജോഷുവയുടെ പുസ്തകത്തിൽ
ദൈവം അരുളി ചെയ്യുന്ന ഈ വചനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇന്ന് ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആ ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും കടന്നു പോകുന്ന മക്കളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യേണ്ട, ശക്തനും ധീരനുമായിരിക്കുവാനായിട്ട് ഓരോ മക്കളെയും ദൈവം ക്ഷണിക്കുന്ന ഉടമ്പടി അനുഭവങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയിൽ മാത്രമല്ല, അത് കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിട്ട് ജീവിതത്തിലേക്ക് മാറുമ്പോഴാണ്, ജീവിത ശൈലി മാറുമ്പോഴാണ് ഇവിടെ കൃപകൾ വർഷിക്കപ്പെടുന്നത്. അങ്ങനെ തൻ്റെ പ്രളയത്തിൽ നഷ്ടപ്പെട്ട ഡിഗ്രി സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടുന്നത് തുടങ്ങി NCLEX-RN എക്സാം US-ൽ അത് പാസ്സായി തൻ്റെ ജോലിയും, ഒരു നല്ല ജോലി ഉണ്ടായിരുന്ന മകള് സൗദിയിൽ നിന്ന് അത് റെസിഗ്നേഷൻ കൊടുത്ത് പിന്നീട് തനിക്ക് 1 വർഷത്തോളമായിട്ട് ജോലിയില്ല, തനിക്ക് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു, -0 എന്ന് തന്നെ പറയാം. ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നതും അവിടെ നിന്ന് എങ്ങനെയാണ് ഉടമ്പടി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഓരോ മക്കളെയും, അതായത് ജീവിതത്തിൽ തകർന്നു നിൽക്കുന്ന നമ്മെ ഓരോരുത്തരെയും എങ്ങനെയാണ് ഉടമ്പടി ഉയിർപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ക്രിസ്തുവാകുന്ന ഉയിർത്തെഴുന്നേറ്റ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടിയിട്ട് നാം ജീവിക്കുന്നവരാകുമ്പോഴാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഈ ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യത്യാസം വരുത്തി നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തുമ്പോഴാണ് ഇവിടെ കൃപകൾ വർഷിക്കപ്പെടുക. ഇവിടെ അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല. അത്ഭുതങ്ങളെന്ന് നാം പറയുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. അമ്മ ഉടമ്പടി എടുത്തു, അമ്മ മകളെയും കൂട്ടി പ്രാർത്ഥിക്കുന്നു, പിന്നീട് ആ മകൾ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് 75% വാല്യൂ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ നൽകിയിരിക്കുക. അതായത് അത് അത്രയേറെ വിഷമം പിടിച്ച കാര്യം തന്നെയാണ് കൃപാസന പത്രം എല്ലാവർക്കും കൊടുക്കുക. അത് ഈസി അല്ല, നമുക്കറിയാം, അത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെയായിട്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കുകയാണ്. തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ ജോലിയും അതുപോലെ ഒരിക്കൽ കൈമോശം വന്ന ജീവിത വഴികളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കൈമോശം വന്ന നമ്മുടെ ദൈവത്തോടുള്ള ആ സ്നേഹവുമൊക്കെ തിരിച്ചു പിടിക്കുകയാണ് ഉടമ്പടി അനുഭവങ്ങളിലൂടെ പങ്കുവയ്ക്കുമ്പോൾ ഓരോ മക്കളും ചെയ്യുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം ഇവർക്ക് നൽകിയ എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.